ഫ്രണ്ട്സ്, വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. ഫുൾ ഡേ ഒന്നുമില്ല, മോർണിംഗിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വേഗം വിളക്കൊക്കെ കത്തിച്ച് ഉമ്മർത്ത് കിണ്ടിയൊക്കെ കൊണ്ടുവച്ച് കുറച്ച് നേരം ഉമ്മർത്തൊക്കെ ഇരുന്നു. കുറേ ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കണം, പക്ഷേ സാധിച്ചിട്ടില്ലായിരുന്നു. പ്രത്യേകിച്ചൊന്നും എടുക്കാനുണ്ടാവില്ല, അതുകൊണ്ടാണ് ഒന്നാമത് എടുക്കാൻ പറ്റാതിരുന്നത്. ഡെയിലി ലൈഫ് പറഞ്ഞാൽ ഒരേപോലെ തന്നെയാണല്ലോ, നമ്മളെ ഡെയിലി റൂട്ടീൻസ് ഒക്കെ ഒരേപോലെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും ഉൾപ്പെടുത്താണ്ടായില്ല. പിന്നെ സൺഡേസിലാണ് ഉണ്ടാവല്. അപ്പോൾ സൺഡേസിൽ ഞങ്ങളിപ്പോൾ പുറത്ത് പോകുമ്പോഴായാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കുട്ടീനെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റണില്ല. അപ്പോൾ അങ്ങനെ സൺഡേസത്തൊന്നും ഇടാനും പറ്റണില്ല. കുറച്ച് നേരം ഉമ്മർത്തിരുന്നിട്ട് ഞാൻ അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് വേഗം തന്നെ തറവാട്ടിൽ പോയി കണ്ട് കുറച്ച് 2-3 ഇല തുളസിൻ്റെ ഇലയും കഞ്ഞിക്കൂർക്കലും പറിക്കാൻ വേണ്ടി പോയി, രാവിലെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞിക്കൂർക്കലൊക്കെ, ഇവിടെ വെച്ചതൊക്കെ എങ്ങനെയൊക്കെ പോയി. അപ്പോൾ കുറച്ച് കഞ്ഞിക്കൂർക്കലും തുളസി എടുക്കും രാവിലെ തന്നെ. അതുകൊണ്ട് എടുത്തിട്ടാണ് ഞാൻ ചില ദിവസം അടുക്കളയിൽ കയറിയതിന് ശേഷം എടുക്കാൻ പോവും, ചില ദിവസം നേരത്തെ തന്നെ എടുക്കും. ആവശ്യത്തിനുള്ള കഞ്ഞിക്കൂർക്കലും തുളസിയൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം തന്നെ വീട്ടിൽ ചെന്ന് അടുക്കളയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കി. ബ്രേക്ക്ഫാസ്റ്റിന് പതിവ് പോലെ തന്നെ ദോശയും തക്കാളി കറിയും തന്നെയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നും ഞാൻ മിക്ക ദിവസങ്ങളിൽ ഞാൻ അതന്നെ ഉണ്ടാക്കണേ, കാരണം എനിക്ക് ഏറ്റവും സിമ്പിൾ അതാണ് ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ ഉണ്ണേട്ടന് ഏറ്റവും ഇഷ്ടമുള്ളതും ഉണ്ണേട്ടനും മോനൊക്കെ ആയാലും ഏറ്റവും ഇഷ്ടം ഈ ദോശയും തക്കാളിയും കറിയും തന്നെയാണ്. അപ്പോൾ അതുണ്ടാക്കാനുള്ള പരിപാടിക്ക് കടന്നു. കിച്ചണൊക്കെ ഫുള്ള് ക്ലീനാക്കി ഇടുന്നതുകൊണ്ട് തന്നെ മോർണിംഗിൽ നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ ചെയ്യാൻ തോന്നും. അങ്ങനെ ഞാൻ വേഗം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചു, കഞ്ഞിക്കൂർക്കൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ദോശ ചുടാൻ ആരംഭിച്ചു. ദോശ ചുടൽ ഞാൻ പിന്നെ മാവ് പൊടി കലക്കണതൊന്നും പ്രത്യേകിച്ച് വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ഡെയിലി നിങ്ങൾ കാണുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അതൊരു വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ അങ്ങനെ ദോശ ചുടൽ അതിൻ്റെ ഇടയിൽ കൂടെ കഴിയും. ഇവിടെ ഈ ദോശ മാത്രമല്ല കേട്ടോ ഉണ്ടാക്കുക, ഞാനിവിടെ നൂൽപുട്ട് ഉണ്ടാക്കാറുണ്ട്, ചപ്പാത്തി, പത്തിരി, പുട്ട്, എല്ലാ സംഭവവും ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ദോശ ഉണ്ടാക്കുന്ന ദിവസം മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ എന്നല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ച് ചെയ്യണതല്ലാതെ അങ്ങനെ ആയി പോകുന്നതാട്ടോ. ചിലപ്പോൾ വീഡിയോ എടുക്കും, അപ്പോൾ മിക്കപ്പോഴും ദോശ തന്നെ ആവും, അതാണ് പറ്റുന്നത്. പിന്നെ തക്കാളിക്കറി അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ദോശ ഒരടുപ്പത്തും തക്കാളിക്കറി മറ്റടുപ്പത്തായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. തക്കാളിക്കറി പിന്നെ 3 തക്കാളി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണല്ലോ തക്കാളിക്കറി, അതാണ് ഞാൻ അധികം തക്കാളിക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ തക്കാളിക്കറിയാണ് ഇവർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇത് രണ്ടും വേവുന്നതിൻ്റെ ഇടയിൽ കൊടുത്ത് ഞാൻ അടുപ്പത്ത് തീ പിടിപ്പിക്കാൻ നിന്നു കേട്ടോ. ചില ദിവസം പെട്ടെന്ന് തീ കത്തിപ്പിടിച്ച് കിട്ടും, ചില ദിവസം ഭയങ്കര പാടാട്ടോ തീ കത്തിപ്പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം തന്നെ തീ പിടിപ്പിച്ചിട്ട് ഞാൻ ചോറുങ്കലൊക്കെ വെച്ചു, ഏട്ടടുപ്പത്തും പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് എന്നും ഈ ദോശ ഒന്നും പറ്റില്ല, അപ്പോൾ ഞാൻ ദോശയല്ല ഈ അരിദോശ എപ്പോഴും പറ്റില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് മൈദ ദോശ ഉണ്ടാക്കി വെച്ചിട്ടോ. മൈദ ദോശയാണ് ഞാൻ കഴിച്ചത്. അതേപോലെ തന്നെ തക്കാളിക്കറി ആയാലും എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല ഈ തക്കാളിക്കറി. ഞാൻ എനിക്ക് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചുകൊണ്ട് ഒരു മുട്ടക്കറി പോലെ ഞാൻ അതും റെഡിയാക്കി. ഞാനും മോനും കൂടി ഈ ഒരു കറി കൂട്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. മോൻ പിന്നെ തറവാട്ടിൽ നിന്നാണ് കൂടുതലും കഴിക്കാറ്, ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു തോന്നുമ്പോൾ ഇവിടുന്ന് കഴിച്ചാലായി. പിന്നെ ഞാൻ ആ റൂമിൽ വന്നാണ്ട് ബെഡ്ഷീറ്റൊക്കെ ആകെ മുഷിഞ്ഞെടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ബെഡ്ഷീറ്റ് മാറ്റി നീറ്റായിട്ട് വിരിച്ചിട്ടു. വെറുതെയാണ് വിരിച്ചിട്ടുള്ളത്, 2 മറയിലും മറയും, കുട്ടികൾ 2 മറയിലും മറയുമ്പോൾ അതുകൊണ്ട് പയ്യ പോലെ തന്നെ ആവും. ഞാൻ അടുക്കളയ്ക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്കും ചോറിനുള്ള വെള്ളമൊക്കെ ഏകദേശം തിളച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് അരിയൊക്കെ കഴുകിയിട്ടു. ഞാനിന്ന് കറിയായിട്ട് പ്രത്യേകിച്ച് ഒന്നും വെക്കുന്നില്ല. കർമ്മത്തി ഉണ്ട് മുറ്റത്ത്, മരത്തുമ്മ 2 കർമ്മത്തി ഉണ്ട്, അപ്പോൾ അത് പറിക്കാമെന്ന് വിചാരിച്ചത്, എന്നിട്ട് ജസ്റ്റ് ഉപ്പിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ക്ലിപ്പൊന്നും എനിക്ക് ഇതിലേക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ വേഗം തന്നെ മൈദ ദോശ ഞാൻ ചുട്ടിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ചായ കുടിച്ചു. പിന്നെ ഞാൻ 1 കപ്പ് വെള്ളം കൂടിയും കുടിച്ചു. ഞാൻ ചായ വെള്ളം ഞാൻ കുടിക്കാറില്ല, ഞാൻ കടി മാത്രമേ കഴിക്കാറുള്ളൂ, ഞാൻ പച്ചവെള്ളമാണ് കുടിക്കാറ്. അത് കഴിഞ്ഞ ശേഷം ഞാനും മോനും കൂടി കുറച്ച് നേരം, ചെറിയ മോനും കൂടി
കുറച്ച് നേരം ഉമ്മർത്ത് വന്നിരുന്നു. അവന് ചെറിയൊരു കുറുമ്പൊക്കെ ആയപ്പോൾ ഞങ്ങൾ വേഗം ഉമ്മർത്ത് വന്നിരുന്നാണ്ട് അങ്ങനെ ഉമ്മർത്ത് അങ്ങനെ വെറുതെ ഇരുന്ന് അവനൊരു ഇതായിട്ട് കുറച്ച് നേരം അങ്ങനെ അവിടെയൊക്കെ ഇരുന്നാൽ പിന്നെ അവന് ഉറക്ക് വന്നാൽ ഉറങ്ങിയാൽ ഇനി ബാക്കി എൻ്റെ പണി നടക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉമ്മർത്ത് വന്നിരുന്നു. ഉമ്മർത്ത് ആ കൂട്ടിയിട്ടിട്ടുള്ളത് വിറകാണ് കേട്ടോ. ഇവിടെ മരം മുറിച്ചപ്പോഴുള്ള വിറകാണ്, അപ്പോൾ അത് മാറ്റിയിട്ടില്ല. അത് ഞാൻ അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം മാറ്റാൻ. പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം തിരുമ്പിയിട്ടതാണിത്. അപ്പോൾ അത് ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ വെയിലായതുകൊണ്ട് വേഗം ഉണങ്ങും അത്. അപ്പോൾ അതവിടെ കിടന്നുണങ്ങും. അപ്പോഴത്തേക്കും മറ്റേ തറവാട്ടിൽ പോയി ചായ കുടിച്ചും കൊണ്ട് വരികയാണ്. കയ്യിൽ കർമ്മത്തിയാണ്, കർമ്മത്തി പറിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ ചെനച്ച നല്ലോണം പൈത്തിട്ടില്ല എന്നാൽ പച്ചയല്ലാത്ത ചെറു മധുരമുള്ള ചെനച്ച കർമ്മത്തികളുണ്ടല്ലോ, അപ്പോൾ അതവൻ കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം നമുക്ക് എഴുതാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മറ്റേ വേഗം ഓടി. അവിടെ പോയി അവിടെ ഏട്ടൻ്റെ മക്കളൊക്കെ ഉണ്ട്, അപ്പോൾ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടിയതാണ്. കുറച്ച് നേരം റോട്ടുമ്മൽ എന്തോ വണ്ടിയൊക്കെ വന്നപ്പോൾ മെയിൻ റോട്ടുമ്മൽ എന്തോ വണ്ടിയൊക്കെ വന്നപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുകയാണ് അവിടെ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ ഓടി വീട്ടിലേക്ക് ഓടിയിട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ കുട്ടീനെ ഉറക്കി. അവനപ്പോഴത്തേക്ക് ഉറക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവനെ ഉറക്കിയതിൻ്റെ ശേഷം ഞാൻ ഒരുപാട് തിരുമ്പാനുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ ഇന്ന് കല്ലിൽ തിരുമ്പണില്ല, വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ച് മെഷീനിക്ക് ഇടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറി. ഞങ്ങളിവിടെ മുകളിലെ ഒരു ടെറസിലാണ്, 2 ഇതുണ്ട്. അപ്പോൾ മുകളിലെ ഒരു ടെറസിലാണ് ഞങ്ങൾ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുകളിലേക്ക് പോകണം, നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പണമെങ്കിൽ നമ്മൾ മുകളിലേക്ക് പോകണം. ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ കാണുന്നത് ഒരു സ്കൂളാണ്. സ്കൂളിൽ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളെ വീടും. അപ്പോൾ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഞാൻ തിരുമ്പാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അതവിടെ കിടന്ന് റെഡി ആയിക്കോളൂ. അപ്പോഴത്തേക്കും ഞാൻ മുകളിലത്തെ റൂമിലേക്ക് ഒന്ന് കയറി നോക്കി. ഈ റൂം ഞങ്ങളങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, മുകളിലത്തെ റൂം വല്ലാതെ യൂസ് ചെയ്യാറില്ല. ഇവിടെ മോൻ്റെ കുറേ പുസ്തകങ്ങളും കളറ് പെൻസിലും ഒന്നായിട്ട് എരപ്പായി കിടക്കുകയാണ് ഇവിടെ. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ അതിന് ഒരു ദിവസം കയറണം. കഴിഞ്ഞപ്പോഴത്തേക്കും റൂമൊന്ന് ശരിയാക്കി വന്നപ്പോഴത്തേക്കും നമ്മളെ വാഷിംഗ് മെഷീൻ റെഡിയായി. ഞാനതൊക്കെ മുറ്റത്ത് വിരിച്ചിടണേ. അപ്പോഴത്തേക്കും ഞാൻ ഇന്നലെ തോരിട്ട ഡ്രസ്സൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മാറ്റി. ഇന്നിപ്പോൾ അധികം തിരുമ്പാനുണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ചില ദിവസങ്ങളിൽ നമുക്ക് ഈ 2, 3, 4 ആയാലും മതിയാവില്ല നമുക്ക് തോരയിടാനുള്ളത്. അതിനകത്രം തിരുമ്പാനുണ്ടാവാറുണ്ട്. അപ്പം ഇന്നിപ്പോൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ മണ്ഡലമാസം വൃശ്ചികമായ മണ്ഡലമാസം ആരംഭമാണ്. അപ്പോൾ ഇവിടെ മാല ഇടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് ഇന്നൊന്നും സ്റ്റാർട്ട് ചെയ്യില്ല, നമ്മൾ നോലുമ്പ് തുടങ്ങുന്ന ടൈം ആകുമ്പോഴത്തേക്കും അതൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതുകൊണ്ട് ഗോതമ്പ് ഉണക്കാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് ഇനി. അപ്പോൾ ഫുള്ള് തോരിട്ട് കഴിഞ്ഞു. ഈ ഭാഗത്ത് ഫുള്ളായാലും തോരിടും, അതേപോലെ തന്നെ ഈ സൈഡിലും ഫുള്ളായാലും നമ്മൾ കംപ്ലീറ്റ് ആക്കി തോരിടും കേട്ടോ. അതിനുശേഷം കുറച്ച് ഗോതമ്പ് എനിക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടിയ കുറച്ച് ഗോതമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗോതമ്പ് ഒന്ന് കഴുകി നല്ല വൃത്തിയില്ല. ഒരുപാട് കുറിഞ്ചാത്തനെന്നൊക്കെ പറയും ഇവിടെ, അതുണ്ടായിരുന്നു, നിറച്ചുണ്ടായിരുന്നു അതിൽ. അപ്പോൾ അത് ഞാൻ ഒരു ദിവസം വെയിലത്തിട്ടതിൻ്റെ ശേഷം ഒക്കെ കളഞ്ഞതായിരുന്നു. പിന്നെ ഇപ്പോൾ അതൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ മറ്റേ ടെറസിൽ കൊണ്ടുപോയിട്ടു. അവിടെ ആകുമ്പോൾ നമ്മൾ മുകളിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നമ്മുടെ വാർപ്പിൻ്റെ ചൂടുകൊണ്ടും പിന്നെ വെയിലിൻ്റെ ചൂടുകൊണ്ടും തന്നെ അത് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. എന്നിട്ട് അവിടെ ഒരു സാരി വിരിച്ചിട്ട് അതിലിട്ടതിന് ശേഷം ഞാൻ കർമ്മത്തി ഉണ്ടായിരുന്നു, ആ കർമ്മത്തിൻ്റെ ഉപ്പേരി ഉണ്ടാക്കി. കർമ്മത്തിൻ്റെ ഉപ്പേരി ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നമ്മൾ കർമ്മത്തി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ മതി. 2 വിസിൽ അടിച്ചതിന് ശേഷം അത് കടുകിൽ വറവിടുകയാണ് ചെയ്തത്. ഞാൻ ഈ കർമ്മത്തി അരിയണ വീഡിയോ അതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ മോനെ സ്കൂളിൽ പറഞ്ഞയക്കലും ഇത് ഉണ്ടാക്കലും കൂടി ഒപ്പമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് ഉണ്ടാക്കാൻ നിന്നതും അപ്പോഴത്തേക്ക് ചോറ് ഊറ്റി വെക്കലും മോനെ സ്കൂളിൽ പറഞ്ഞയക്കലും എല്ലാം കൂടി ഒപ്പമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 കർമ്മത്തി എടുത്തതിൽ ആ കുഞ്ഞു കർമ്മത്തി നല്ല ചെനച്ച കർമ്മത്തിയായിരുന്നു. ചെനച്ച കർമ്മത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പഴുത്തിട്ടും ഉണ്ടാവില്ല, എന്നാൽ പച്ചയാണ്, മധുരമുള്ള സൈസാണ്. അതിനാണ് നമ്മളിവിടെ ചെനച്ച കർമ്മത്തി എന്ന് പറയുക. അപ്പോൾ അത് ചെനച്ചതായിരുന്നു. അങ്ങനെ
അതൊക്കെ നന്നാക്കി വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മോനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോനെ കുളിപ്പിച്ചു. എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. രാവിലത്തെ കുറച്ച് കാര്യങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം അതിന് ശേഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയൊന്നും വല്ലാതെ ഉണ്ടാവില്ല. ടി വി കണ്ടിരിക്കലാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഞ്ഞു കുട്ടീൻ്റെ കൂടെ കളിക്കുക, അങ്ങനത്തെ സംഭവങ്ങളെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് അത് വീഡിയോ എടുക്കാനൊന്നും ഉണ്ടാവില്ല. അതാണ് അത് വീഡിയോ എടുക്കാത്തത്. പിന്നെ ചോറൊക്കെ ഊറ്റി വെച്ചതിന് ശേഷം മോനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അവൻ പോകുമ്പോഴത്തേക്ക് എൻ്റെ ഏകദേശം 1 മണിയൊക്കെ കഴിയും. പിന്നെ തുടയ്ക്കാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അത് പിന്നെ ഞാൻ കുറച്ച് കഴിയും. ഇപ്പോൾ ഞാൻ കുട്ടീനെ ഉറക്കിയതിന് ശേഷം തുടയ്ക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ മോനെ തറവാട്ട് കൊണ്ടാക്കിയിട്ട് തുടയ്ക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റാറില്ല. പിന്നെ കുറച്ച് എറേസർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഓൺലൈനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിന്നു. ഹോളൊക്കെ ആകെ മെസ്സായി കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിന്നു. രാവിലെ തന്നെ അതിനുള്ളൊരു നേരം കിട്ടിയില്ല, കാരണം ഓരോരോ ജോലിയായിട്ട് അതിനുള്ള നേരം ഒന്നും കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. ടേബിളിൽ ഫ്രൂട്ട്സിൻ്റെ കൊട്ട മാത്രമേ വയ്ക്കാറുള്ളൂ. പക്ഷേ ഇന്ന് കുറച്ച് ബുക്കും കുട്ടീൻ്റെ സ്ലേറ്റൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചു. കാരണം വൈകുന്നേരം വീണ്ടും എടുക്കാനുള്ളത്. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചു. പിന്നെ യൂണിഫോം സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ വെക്കുന്നതാണ്, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ബാഗും മോൻ്റെ ബാഗും ആ സോഫൻ്റെ ബാക്കിലാക്കി എന്നും വെക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.